परमेश्वर के नाम की महिमा हो। അനുഗ്രഹീതമായ പ്രഭാതത്തിനായി കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. आशीषित इस सुंदर सुप्रभात के लिए परमेश्वर की स्तुति करता और आराधना करता हूँ। കഴിഞ്ഞ രാത്രി നല്ല വിശ്രമം ദൈവം നമുക്ക് തന്നു. बीती रात्रि अच्छे विश्राम को परमेश्वर ने हमें दिया। ക്ഷേമത്തോടെ എഴുന്നേറ്റു. हम बड़ी ही आनंद के साथ उठे। അതിന് എത്ര പേർക്ക് സന്തോഷം. उसमें कितने लोगों को आनंद है। हालेलुया। നമ്മളെപ്പോഴും നമ്മുടെ പല പ്രശ്നങ്ങളെ കുറിച്ച് നമ്മൾ ഭാരപ്പെടുമ്പോൾ ദൈവം നമുക്ക് ചെയ്യുന്ന നന്മകൾ ഓർത്ത് ദൈവത്തെ സ്തുതിക്കണം. हम कई बार जब अपनी समस्याओं को स्मरण करके और दुखित होते हैं तो हमें परमेश्वर के कार्यों को स्मरण करके धन्यवादित होना है। हालेलुया। ഏദൻ പർദീസയിൽ ദൈവം എല്ലാ വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ച് അതിന്റെ എല്ലാ ഫലങ്ങളും ഇഷ്ടം പോലെ തിന്നാം, ഒരു വൃക്ഷത്തിന്റെ ഒഴിച്ച് എന്ന് ആദവനോട് പറഞ്ഞു. अदन की वाटिका में परमेश्वर ने जितने भी वृक्ष लगाए थे उन तमाम वृक्षों के फलों को तो खा लेना, लेकिन एक ही वृक्ष के फल को खाने से उसे बच जाता। ഒന്നൊഴിച്ച് ബാക്കി എല്ലാ വൃക്ഷത്തിന്റെയും ഫലം ഇഷ്ടം പോലെ തിന്നാമെന്ന് പറഞ്ഞു. एक को छोड़कर बाकी तमाम वृक्षों के फलों को बहुतायत से खा ले कहा। അത് ഇന്ന ഇന്ന സമയത്തെ തിന്നാമെന്ന് പറഞ്ഞില്ല, എപ്പോ വേണമെങ്കിലും തിന്നാം. वो इसी समय में खाना नहीं बोला, कभी भी खा लेना बोला, എത്ര വേണമെങ്കിലും തിന്നാം, चाहे कितना भी खा लेना बोला। ഹല്ലേലൂയ. हालेलुया। പക്ഷെ ഒറ്റ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞു. लेकिन एक ही वृक्ष का फल नहीं खाना कहा। ആ ഒറ്റ വൃക്ഷത്തിന്റെ ഫലം തിന്നരുതെന്ന് പറഞ്ഞതാണ് നോക്കിക്കേ, സർപ്പം വന്ന് ഈ ഹവ്വയെ കാണിച്ചു. और वही एक वृक्ष के फल को नहीं खाना कहा। देखिए सर्प ने आया और हव्वा को बहकाया। സർപ്പം ഹവ്വയോട് ഇങ്ങനെ ചോദിച്ചു, ഒന്നും തിന്നരുതെന്നാണോ ദൈവം പറഞ്ഞത്? और सर्प ने हव्वा से इस प्रकार से पूछा, क्या परमेश्वर ने कहा है कि कुछ भी नहीं खाना? ഹവ്വ പറഞ്ഞു, അല്ല, നടുക്ക് നിൽക്കുന്ന വൃക്ഷത്തിന്റെ ഫലം തിന്നരുത്. हव्वा ने कहा कि बीच में जो वृक्ष है उसके फल को नहीं खाना। ഹവ്വ എന്തുകൊണ്ട് പറഞ്ഞില്ല ബാക്കി എല്ലാം തിന്നാം, അതുകൊണ്ട് ഈ ഒരെണ്ണത്തിന്റെ തിന്നല്ലെങ്കിലും സാരമില്ലെന്ന് എന്താ പറയാൻ? हव्वा ने ऐसे क्यों कहा कि बाकी सबको खा सकते हैं लेकिन ये एक का नहीं खाए तो कोई बात नहीं? ഈ ഹവ്വയോട് സർപ്പം പറഞ്ഞു കൊടുത്തത് തിന്നാ നിങ്ങൾ ദൈവത്തെ പോലാകുമെന്ന് ദൈവത്തിനറിയ, അതുകൊണ്ടാ തിന്നരുതെന്ന് പറഞ്ഞത്. और हव्वा से सर्प ने कहा था कि जब जाकर जो हमारी इच्छा का है वो हम खा सकते हैं, അതുകൊണ്ട് ഈ ഒരെണ്ണത്തിന്റെ തിന്നില്ലെങ്കിലും പ്രശ്നമില്ലെന്ന് എന്തേ പറയാനേ? इसलिए एक का नहीं खाए तब भी कोई समस्या नहीं, ऐसा कह सकते थे। हालेलुया। നമുക്കെല്ലാം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിലും നമുക്ക് ലഭിക്കുന്ന നന്മ ഓർത്താൽ നമുക്ക് ആ പ്രശ്നം മറക്കാൻ പറ്റും. हमारे पास बहुत सारी समस्या है, लेकिन यदि हम जो भलाई परमेश्वर करता है याद करेंगे तो उस बुराई को हम छोड़ सकते हैं। ഞാൻ ഇന്നൊരു പ്രത്യേക വിഷയം നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോവാണ്, നിങ്ങളുടെ പ്രാർത്ഥന അതിനാവശ്യം. आज मैं एक विशेष विषय आपसे कहना चाहता हूँ, आपकी प्रार्थना इसके लिए बहुत जरूरी है। ആമേൻ. आमीन। എൻ്റെ മൂത്ത ബ്രദർ മരിച്ചുപോയി. അദ്ദേഹത്തിന് ഒരു മകനേ ഉള്ളൂ. അദ്ദേഹം ഹ്യൂസ്റ്റണിൽ താമസിക്കുകയാണ്. मेरा बड़ा भाई मर गया, उसका एक ही बेटा है और ह्यूस्टन में रहता है। 39 വയസ്സേ ഉള്ളൂ. उसकी 39 साल की उम्र ही है। അവര് സന്തോഷമായിട്ട് വൈഫും 2 കുഞ്ഞുങ്ങളും അങ്ങനെ ജീവിച്ചു വരികയാണ്. उसकी पत्नी और 2 बच्चों के साथ आनंदित होकर वो जी रहा था। പെട്ടെന്ന് ഒരു ദിവസം അദ്ദേഹത്തിന് ഡയറിയ പോലെ ഒരു അസുഖം ഉണ്ടായി. और जल्दी से उसको एक डायरिया की जैसे तकलीफ हुई। അപ്പോൾ ഡോക്ടറെ അടുത്ത് എന്താ ഈ ഡയറിയ വരാൻ കാരണമെന്നറിയാൻ ഡോക്ടറെ അടുത്ത് പോയി. तो क्या कारण है कि ये डायरिया आया है, डॉक्टर से पूछने जब गए അപ്പോൾ ഡോക്ടർ പറഞ്ഞു, നിങ്ങളുടെ ലിവർ കംപ്ലീറ്റ് ഡാമേജ് ആയി तो പോയിരിക്കുകയാണ്. डॉक्टर ने कहा कि तुम्हारा लीवर कंप्लीट खराब हो गया है। आमीन। ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, നിനക്ക് ഇനി 5 ദിവസം കൂടെ ഉള്ളൂ ജീവിക്കാൻ. और इस जवान से कहा कि अब सिर्फ तो 5 दिन जी सकता है। ഈ ലിവർ പ്രവർത്തിക്കാഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തിന്റെ കിഡ്നിയുടെ പ്രവർത്തനവും നിലച്ചു. और ये लीवर काम नहीं कर रहा था, किडनी में भी उसकी तकलीफ आ पड़ी। ആമേൻ. आमीन। അപ്പോൾ ഒരു ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ഒരു കുടുംബജീവിതം നയിച്ച് യോഗ്യമായ ബിസിനസ് ഒക്കെ ചെയ്ത് നല്ല നിലയിൽ നിൽക്കുന്ന ഒരു ചെറുപ്പക്കാരനോട് പെട്ടെന്ന് ഒരാൾ പറയാണ്, you got only 5 more days, നിനക്ക് 5 ദിവസം കൂടി ഉള്ളെന്ന് പറയുമ്പോഴത്തെ ഷോക്ക് നോക്കും. और एक बहुत अच्छा व्यवसाय करके जीवन यापन करने वाला, पारिवारिक जीवन को जीने वाले व्यक्ति से यदि जल्दी से कहा जाए कि अब सिर्फ तेरे पास 5 दिन है, तो सोचिए उसे कितनी बड़ी आहत होगी। ആമേൻ. आमीन। അപ്പോൾ നാട്ടിലെ
അവനറിയാൻ ഞാനിങ്ങനെ ഈ സുവിശേഷമായിട്ട് നടക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ ഫാദറിന്റെ സിസ്റ്ററാണ് ഞാൻ. तो गांव में इस प्रकार से मैं प्रार्थना करने के लिए बुलाया गया। उससे मालूम है कि मैं इस प्रकार से उकाई में जाती हूँ और मैं उसके पिता की एक बहन भी हूँ। അദ്ദേഹത്തിന് 7 വയസ്സുള്ളപ്പോൾ തന്റെ മദർ പാരലൈസ്ഡ് ആയി പോയതാണ്. उसकी 7 साल की उम्र में उसकी माँ जो है लकवे में ग्रस्त हो गई 16 വർഷം അങ്ങനെ പാരലൈസ്ഡ് ആയിട്ട് കിടന്നിട്ട് അവര് മരിച്ചു മാറ്റപ്പെട്ടു. और 16 साल उस लकवे की मारी हुई फिर मृत्यु में चली गई। ഈ 7 വയസ്സ് തൊട്ട് അവനെ നോക്കുന്ന ഞാനാണ്. और उस 7 साल की उम्र से मैं ही उसे देखती हूँ। പക്ഷെ ഒരിക്കൽ പോലും അവൻ ചോദിച്ചിട്ടില്ല എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഈ പുസ്തകം കൊണ്ട് നടക്കുന്നത്, ബിസിനസ് ഒക്കെ വിട്ടിട്ട് എന്തിനായി യേശുവിനെ പ്രസംഗിക്കുന്നത്, എന്താന്ന് പോലും പുള്ളി ചോദിച്ചിട്ടില്ല. लेकिन वो कभी भी इस प्रकार से मुझसे नहीं पूछा कि तुम ये किताब लेकर क्यों जाती हो, बिजनेस सब छोड़कर ये किताब लेकर क्यों जाती, नहीं पूछा। आमीन। പക്ഷെ ഈ അസുഖം ഉണ്ടായപ്പോൾ എന്നെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് കരയാൻ തുടങ്ങി. और जब ये बीमारी उसे आ घेरी तो उसने मुझे बुलाकर बहुत ही जोर से वो रोने भी लगा। എന്നോട് പറഞ്ഞു, മാമച്ചി എന്നെ വിളിക്കുന്നത്, മാമച്ചി അപ്പന്റെ സിസ്റ്ററാണ് ഞാൻ, മാമച്ചി ഡോക്ടേഴ്സ് പറഞ്ഞു 5 ദിവസം കൂടെ എനിക്കുള്ളൂ. उसने मुझे कहा माँ, और मैं उसके पिता की बहन हूँ, उसने कहा माँ मेरे पास डॉक्टर ने कहा सिर्फ 5 दिन बाकी है। 9 വയസ്സും 3 വയസ്സുമുള്ള 2 കുഞ്ഞുങ്ങളുണ്ട്. 9 साल के और 3 साल के 2 बच्चे भी उसके पास है। അദ്ദേഹം എന്നോട് ചോദിച്ചു എന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും. और उसने मुझसे पूछा कि मेरे बच्चे क्या करेंगे। ഞാൻ പറഞ്ഞു അതൊന്നും നമുക്കിപ്പോ പറയണ്ട, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. मैंने कहा ये कुछ भी बात अभी हम ना करें, हम सिर्फ परमेश्वर से प्रार्थना करें। ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മെഡിക്കൽ സയൻസ് അമേരിക്കയിലുണ്ട്. सबसे एडवांस मेडिकल साइंस जो है वो अमेरिका में है। പക്ഷെ അമേരിക്കയിലെ മെഡിക്കൽ സയൻസിന് ഇദ്ദേഹത്തിന്റെ ലിവറിനെ പ്രവർത്തിപ്പിക്കാൻ പറ്റുന്നില്ല. लेकिन अमेरिका का मेडिकल साइंस इसके लिवर में कार्य नहीं कर सकता। അമേരിക്കയിലെ മെഡിക്കൽ സയൻസിന് കിഡ്നി ഡയാലിസിസ് ചെയ്യാം, പക്ഷേ അല്ലാതെ കിഡ്നി പ്രവർത്തിപ്പിക്കാൻ പറ്റില്ല. अमेरिका का मेडिकल साइंस किडनी को डायलिसिस कर सकता है लेकिन फिर दूसरा कार्य नहीं कर सकता है। ഞാൻ പറഞ്ഞു, പക്ഷെ എനിക്കൊരു ദൈവത്തെ അറിയാം. लेकिन मैंने कहा मैं परमेश्वर को जानती ആ हूँ। ദൈവം ഇല്ലാത്തിടത്ത് സകലത്തെയും വിളിച്ചു വരുത്തിയ ദൈവമാണ്. वो परमेश्वर वो है जो जहाँ नहीं है वहां से भी बुला कर ले आता है। ആ ദൈവത്തിന്റെ പേര് അത്ഭുത മന്ത്രി എന്ന്. उस परमेश्वर का नाम अद्भुत मंत्री है। ആ ദൈവത്തിന്റെ പേര് വീരനാം ദൈവമെന്ന്. उस परमेश्वर का नाम वीर परमेश्वर है। ആ ദൈവത്തിന്റെ പേര് സമാധാന പ്രഭു എന്ന്. वो परमेश्वर का नाम शांति का प्रभु है। ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. और उस परमेश्वर के लिए असंभव कुछ भी नहीं है। അമേരിക്കയിലെ ഡോക്ടേഴ്സിന് ചെയ്യാൻ കഴിയാത്തത് എന്റെ ദൈവത്തിന് കഴിയും. अमेरिका का डॉक्टर जो नहीं कर सकता वो मेरा परमेश्वर कर सकता है। हालेलुया। हालेलुया। അപ്പോ ഞാൻ പറഞ്ഞു, എനിക്കൊരു ചെറുപ്പക്കാരനെ അറിയാം കേരളത്തില്. तो मैंने कहा एक जवान को मैं केरल में जानती हूँ അദ്ദേഹത്തിന്റെ ഒരു കിഡ്നി ഡാമേജ് ആയിട്ട് റിമൂവ് ചെയ്തത്. और उसका एक किडनी डैमेज हो गया, उसे निकाल दिया गया था। അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രതിസന്ധിയിലൂടെയൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ അദ്ദേഹം ഇങ്ങനെ കാണുകയാണ് റിമൂവ് ചെയ്ത കിഡ്നിയുടെ സ്ഥാനത്ത് വേറൊരു കിഡ്നി ഇങ്ങനെ വരും. और इस प्रकार प्रार्थना करते समय वो इस प्रकार से देख रहा है कि जहाँ जो किडनी निकाल दी गई है उसके स्थान पर एक नया किडनी आ रहा है। അപ്പൊ അദ്ദേഹത്തിന് ഒരു സംശയം, ഇത് കറക്റ്റ് ആണോ, ഇങ്ങനെ സംഭവിക്കുമോ? तब उसको एक संदेह हुआ, क्या ये ठीक है, क्या ऐसा होगा। അപ്പൊ അദ്ദേഹം അതിനിടയ്ക്ക് ആരോ ദൈവദാസന്മാർ വന്നിട്ട് ഇങ്ങനെ ഇദ്ദേഹത്തോടൊരു ആലോചന, ഒരു ദൂത് പറഞ്ഞു, ദൈവം നിനക്കൊരു പുതിയ ഒരു അവയവം തരാൻ പോവാ. तब किसी प्रभु के दास ने आकर इस प्रकार से एक संदेश को कहा कि परमेश्वर तुझे एक नया अंग दे रहा है। हालेलुया। ഈ ദൈവശബ്ദവും കേട്ടു, താൻ ഇങ്ങനെ ദർശനവും കണ്ടതുകൊണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ പോയി ഒന്ന് ടെസ്റ്റ് ചെയ്യാം. और परमेश्वर की आवाज को सुनने के बाद इस प्रकार दर्शन देखने के कारण उसने कहा जाकर मैं जरा अस्पताल में जांच करता हूँ। ഹോസ്പിറ്റലിൽ ചെന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ആ മുറിച്ച് കളഞ്ഞ കിഡ്നിയുടെ സ്ഥാനത്ത് ഒരു പുതിയ കിഡ്നി. और अस्पताल में जाकर जब उसने जांच किया, काट दी गई वो किडनी के स्थान पर एक नया किडनी। ഞാൻ ഈ സ്റ്റോറി എന്റെ ബ്രദറിന്റെ മോനോട് പറഞ്ഞു. और मैंने इस गवाही को अपने भाई के बेटे से कहा। ഞാൻ പറഞ്ഞു, മോനെ നീ
നീ ഇതുവരെ ചോദിച്ചിട്ടില്ല ഞാൻ എന്താ ഈ ബുക്ക് കൊണ്ടിങ്ങനെ ബിസിനസ് എല്ലാം വിട്ടു. കേരളത്തിൽ ഇന്റർനെറ്റ് കൊണ്ടുവന്ന ഞാനാ, DTP കൊണ്ടുവന്ന ഞാനാ, ടെക്നിക്കൽ എക്സലൻസിന്റെ അവാർഡ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കേരളം മുഴുവൻ എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു, ഇന്ത്യയിലെ മെയിൻ മെട്രോസിലെല്ലാം എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. അതെല്ലാം വിട്ടിട്ട് ഈ പുസ്തകം കൊണ്ട് ഇങ്ങനെ എന്തിനാ ഇറങ്ങുന്നത് നീ ഇതുവരെ ചോദിച്ചു. बेटा तूने आज तक नहीं पूछा कि मैंने ये किताब लेकर मैं क्यों निकली हूँ सारे बिजनेस को छोड़कर। केरल में सबसे पहले इंटरनेट लाने वाली मैं थी, और भी कई बातों को कई मेडल और कई भी अवार्ड मुझे मिले हैं, और ये सब को छोड़कर मैं ये किताब लेकर क्यों निकली तूने कभी नहीं पूछा। അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, മനുഷ്യർക്ക് കഴിയാത്തത് ഈ ദൈവത്തിനും കഴിയുമെന്ന് മനസ്സിലാക്കിയ ഞാൻ ഈ പുസ്തകം. और तब मैंने उससे कहा कि जो मनुष्यों से असंभव है वो इस परमेश्वर से संभव है। इस किताब को जो मैंने പക്ഷെ ഈ ദൈവം നിനക്ക് വേണ്ടി വല്ലതും ചെയ്യണമെങ്കിൽ നീയും ദൈവവുമായിട്ട് ബന്ധമുണ്ടായിരിക്കും. लेकिन यदि ये परमेश्वर तेरे लिए कुछ करना है तो तेरा और परमेश्वर के बीच में एक संबंध होना है। ചുമ്മാ നമുക്ക് പരിചയമില്ലാത്ത ഒരാൾ അതിലെ പോയാൽ നമ്മളൊന്നും ചെയ്യത്തില്ല. हमारा जिससे परिचय नहीं है एक व्यक्ति यदि जाएगा हम उसके लिए कुछ नहीं कर सकते। പക്ഷെ നമ്മുടെ ആരെങ്കിലും വളരെ ഒരു ക്ലോസ് ഫ്രണ്ട് അറിയുന്ന ഒരാൾക്ക് രോഗമെന്നറിഞ്ഞാൽ നമ്മൾ കാണാൻ പോകും, അല്ലെങ്കിൽ അവർ മരിച്ചെന്നറിഞ്ഞാൽ നമ്മൾ പോകും, അവരുടെ വീട്ടിൽ വിവാഹം ഉണ്ടെങ്കിൽ പോകും. ഇതെല്ലാം നമ്മൾ അവരുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ്. लेकिन यदि हमारा एक समीपस्थ मित्र यदि वहां से जा रहा है तो उसके हम कोई भी समस्या हो रही कोई भी बात है तो हम जरूर उसके पास जाएंगे। ആമേൻ. അപ്പോൾ ഞാൻ പറഞ്ഞു, ദൈവം നിനക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ദൈവവും നീയുമായിട്ടൊരു ബന്ധമുണ്ടാകണം. तो मैंने कहा यदि परमेश्वर तेरे जीवन में कुछ करना है तो तेरा और परमेश्वर के बीच में एक संबंध होना है। ഞാൻ പറഞ്ഞു, ഇപ്പൊ നീ ഇങ്ങനെ വലിയ ബിസിനസ്സുകാരനായി അമേരിക്കയിൽ ജീവിക്കുന്നത് കൊണ്ട് ദൈവത്തിന് എന്താ? तो मैंने कहा कि तू अभी एक बड़ा बिजनेसमैन बनकर अमेरिका में जी रहा है तो परमेश्वर को क्या लाभ? നീ ജീവിച്ചിരിക്കേണ്ടത് ദൈവത്തിന്റെ ആവശ്യമാകണേ, നീ ദൈവമായൊരു ധാരണയിലെത്തണം. यदि तुझे जीवित रहना है ये परमेश्वर भी यदि चाहता है तो परमेश्वर के साथ तेरा एक संबंध होना है। അതുകൊണ്ട് ഞാൻ പറഞ്ഞു, നമുക്ക് പ്രാർത്ഥിക്കാം. इसलिए मैंने कहा कि हम प्रार्थना നീ करें, ദൈവവുമായിട്ടൊരു ഉടമ്പടി ചെയ്യും. इस परमेश्वर के साथ हम एक वाचा बांधें। അപ്പൊ ഞാൻ പറഞ്ഞു കൊടുത്തതുപോലെ അദ്ദേഹം പറഞ്ഞു, കർത്താവേ എനിക്ക് ഇനി ഒരായുസ് നീ തരികയാണെങ്കിൽ അത് ഞാൻ നിനക്ക് വേണ്ടി ജീവിക്കും. तो जैसा मैंने कहा उसने कहना शुरू किया है, प्रभु यदि एक उम्र और मुझे तू देता है तो मैं तेरे लिए जीऊंगा। ആമേൻ. ആമേൻ. എല്ലാവരും പ്രാർത്ഥിച്ചു. 5 ദിവസം എന്ന് പറഞ്ഞ മനുഷ്യൻ ഇപ്പോൾ ഓൾമോസ്റ്റ് 15-20 ദിവസമായി ജീവിച്ചിരിക്കുന്നു. ഇന്ന് വൈകിട്ട് 5:30 മണിക്ക് അദ്ദേഹത്തിന്റെ ലിവർ മാറ്റിവെക്കാൻ ഒരു ലിവർ ലഭിച്ചു. और वो व्यक्ति जिसे 5 दिन तक जीवित रहेगा कहा गया था, आज 15 दिन से ज्यादा हो गए, वो अभी भी जीवित है और आज उसको शाम को उसका लिवर जो है उसको बदला जाएगा। इस प्रकार से एक योजना है। നിങ്ങൾ ശ്രദ്ധിച്ച ഈ ലിവർ മാറ്റി വെക്കണമെങ്കിൽ അതേപോലെ ഇദ്ദേഹത്തിന് സ്യൂട്ടബിൾ ആയിട്ട് യോജിക്കുന്ന ഒരു ലിവർ കിട്ടും. तो आप इस बात को ध्यान दें, यदि वो लिवर बदल कर रखना है तो उस चीज से मिलता जुलता एक लिवर उसको मिलना जरूरी है। അപ്പൊ ഓൾമോസ്റ്റ് സെയിം ഏജ് 30 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ. तो उसकी सम उम्र का एक 30 साल का व्यक्ति, ഈ ചെറുപ്പക്കാരന്റെ അതേ ഹൈറ്റ് ഉള്ള 5'8" ഹൈറ്റ് ഉള്ള ഒരു ചെറുപ്പക്കാരൻ और 5 फीट 8 इंच का एक जवान लड़का ഒരു ആക്സിഡന്റ് ഉണ്ടായിട്ട് ക്ലിനിക്കലി മരിച്ചു. और एक्सीडेंट के द्वारा वो उसकी मृत्यु हो गई। അവന്റെ ബ്രെയിൻ എല്ലാം ഡെഡായി. उसका ब्रेन पूरा डेड हो गया പക്ഷെ ഡോക്ടേഴ്സ് അവനെ വെന്റിലേറ്ററിൽ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. और डॉक्टर उसे वेंटिलेटर में रखे हैं കാരണം അവന്റെ ഈ ഓർഗൻസ് എല്ലാം വേണ്ടിയവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ലൈവ് ആക്കി കിടക്കുകയാണ്. कारण जिसके अंग जो है वो जिसको चाहिए देना है उसको वो देने के लिए रखा गया है। ഈ ചെറുപ്പക്കാരൻ ഒരൊറ്റ പ്രശ്നമേ ഉള്ളൂ, അവന് കുറച്ച് വെയിറ്റ് കൂടുതലായതുകൊണ്ട് ലിവർ ഫാറ്റി ലിവർ ആണോ എന്ന് ഡോക്ടേഴ്സിന് സംശയമുണ്ട്. इस जवान की एक ही खराबी है, वो ज्यादा थोड़ा मोटा है, इसलिए डॉक्टर इस प्रकार का विचार कर रहे हैं कहीं ये फैटी लिवर तो नहीं। ഫാറ്റി ലിവർ ആണെങ്കിൽ ഡോക്ടേഴ്സിന് അത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. और चर्बीदायक यदि लिवर है तो डॉक्टर उसे इस्तेमाल में नहीं ला सकता है। എന്നെ അവിടുന്ന് വിളിച്ചിട്ട് പറഞ്ഞു, ഈ ലിവർ എടുക്കുമ്പോൾ ഫാറ്റി ലിവർ ആകരുത്. ഏകദേശം 150 മൈൽസ് അപ്പുറത്താണ് ഈ മരിച്ച ആൾ കിടക്കുന്നത്. മരിച്ചെങ്കിലും ബോഡി ലൈവാക്കി വെച്ചിരിക്കുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ,
ഈ ബോഡി ഒരു മെഷീൻ കൊണ്ട് ലൈവ് ആക്കി വെച്ചു, പക്ഷെ അവന്റെ ബ്രെയിൻ ഡെഡ്. और मैं आपको बताना चाहती हूँ कि देखिए वो उसका जो शरीर है वो उसका ब्रेन जो है वो डेड है, लेकिन उसके शरीर को उन्होंने रखा है. വൈദ്യശാസ്ത്രത്തിന് ഈ ശരീരത്തെ ഇങ്ങനെ ലൈവായിട്ട് വെക്കാം, പക്ഷേ ബ്രെയിൻ ആക്റ്റീവ് ആക്കാൻ പറ്റില്ല. जो वैद्य है या डॉक्टर्स जो है शरीर को लाइव रख सकते हैं, लेकिन ब्रेन या दिमाग को नहीं रख सकते. നമ്മുടെ കർത്താവ് യായിറോസിന്റെ വീട്ടിൽ ചെന്ന് ബാല എഴുന്നേറ്റെന്ന് പറഞ്ഞപ്പോൾ അവൾ ചാടി എഴുന്നേറ്റ് വന്നു. हमारे प्रभु ने जब याइरोस के घर में जाकर कहा है उठ खड़ी हो बेटी, तो वो खड़ा हुआ. हालेलुया. വൈദ്യശാസ്ത്രത്തിന്റെ പരിമിതി നിങ്ങൾ നോക്ക്, എന്റെ ദൈവം പരിമിതിയില്ലാത്ത ദൈവമാണ്. और जो डॉक्टरों की एक सीमा नियुक्त है, लेकिन हमारा परमेश्वर सीमा के उस पार कार्य करने वाला है. हालेलुया. നമ്മളെല്ലാവരും അടുത്തിരിക്കുന്നവരൊന്ന് കൈ കോർത്ത് പിടിച്ച് ഈ അറിവിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവാം. और हम जो पास बैठे हैं हाथों को आपस में एक दूसरे के पकड़ ले. हम ये जो बात कही गई इसके लिए हम प्रार्थना करने जा रहे हैं. आपस में एक दूसरे के हाथ को पकड़ ले. എടുക്കുന്ന ലിവർ അവന് സ്യൂട്ടബിൾ ആകണം. आज जो ले रहे हैं लिवर वो उसके लिए सूटेबल होना चाहिए. ദൈവം അദ്ദേഹത്തിന് ഒരു ആയുസ് കൊടുത്ത് ദൈവരാജ്യത്തിന് കൊള്ളാവുന്നവനായി ജീവിക്കാൻ ദൈവം ഒരു അവസരം കൂടെ കൊടുത്തു. परमेश्वर उसे एक उम्र देकर परमेश्वर के राज्य के योग्य वो बनकर जिए, इसके लिए परमेश्वर से उम्र प्रदान करने के लिए हम परमेश्वर से प्रार्थना करें. आइए हम प्रार्थना करें. दयालु पिता, धन्यवाद करते हैं प्रभु जी उन तमाम बातों को जो हमने सुना है प्रभु जी, उस बातों को आपके हाथों में सौंपते हैं. परमेश्वर असंभव को संभव करने वाले परमेश्वर आप हैं. उदया जना प्रगान गणया प्रवदन नगस्या अर्थधनया मौकमान वैशा प्रावद नगम नया छले अर्थधिनिया रगलखमानिया दुलारसिया अदैव कुमार वौतियार. इसी समय जब हम प्रार्थना करते हैं परमेश्वर की सामर्थ्य उस स्थान पर उतरने पाए. प्रभु तेरी ये इच्छा है, तेरी ये प्लान है, तेरी योजना है, तुझे ऐसा कहा गया है, वैसा संभव होने पाए यीशु मसीह के नाम से. प्रभु आप ऐसा करने जा रहे हैं, इसलिए धन्यवाद. सारा आदर सम्मान आपको देते हैं यीशु मसीह के नाम से. God bless you all. प्रभु आप सबको आशीष दे. ദൈവം അദ്ദേഹത്തിന് ആയുസ് കൊടുക്കുകയാണെങ്കിൽ, ജീവനോടെ മടങ്ങി വരികയാണെങ്കിൽ, ഇവിടെ കൊണ്ടുവന്ന് ആ ചെറുപ്പക്കാരനെ കൊണ്ട് കർത്താവിന്റെ നാമത്തിന്റെ മഹത്വത്തിനായിട്ട് നമുക്ക് സാക്ഷ്യം പറയാം. परमेश्वर यदि उसे उम्र देता है तो उस जवान को मैं लाऊंगी और परमेश्वर के नाम की महिमा के निमित्त वो अपनी गवाही भी देगा. ഹല്ലേലൂയ. हालेलुया. സന്തോഷമുള്ളവർ കരങ്ങൾ ഉയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. जो आनंद है वो हाथ ऊंचा करके जोर से बोले हालेलुया. നമുക്കറിയാം നമ്മുടെ ദൈവം അനുഗ്രഹത്തിന്റെ ദൈവം. हमें मालूम है हमारा परमेश्वर आशीष देने वाला परमेश्वर. നമ്മൾ പാപികളും ശത്രുക്കളും ബലഹീനരുമായിരുന്നപ്പോൾ ദൈവം നമ്മളെ സ്നേഹിച്ചു. हम जब पापी थे, अधर्मी थे और हम बलहीन थे, उसी समय परमेश्वर ने हमसे प्रेम किया. ഇപ്പോൾ നമ്മള് മക്കളും അവകാശികളുമാണ്. അപ്പൊ ദൈവം നമ്മളെ എത്ര അധികം സ്നേഹിക്കും. तो हम बच्चे और वारिस हैं तो परमेश्वर हमें कितना ज्यादा अधिक प्रेम करेगा. ആമേൻ. आमीन. ഹല്ലേലൂയ. അതുകൊണ്ട് നമ്മൾ നമ്മുടെ അനുഗ്രഹത്തിന് വേണ്ടി ദൈവത്തോട് കുസ്തി പിടിക്കണ്ട. इसलिए हमें अपनी आशीषों के लिए परमेश्वर से कुश्ती लड़ने की जरूरत नहीं. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങളുണ്ട്. लेकिन हमें अपने जीवन में हमें जो करना है ऐसी कुछ बातें. അങ്ങനെയുള്ള ഒരു കാര്യം നിങ്ങളുമായിട്ട് ചേർന്ന് ചിന്തിക്കാൻ ഞാൻ ഈ പ്രഭാതത്തിൽ കർത്താവിനെ ശരണപ്പെടുന്നു. और वैसी एक बात को मैं आपके साथ मिलकर आज की सुप्रभात में बांटना चाहती हूँ. ആമേൻ. നമുക്ക് പ്രാരംഭമായിട്ട് ഒരു വാക്യം വായിക്കാം. प्रारंभ में हम एक वचन को पढ़ें. ലൂക്കോസിന്റെ സുവിശേഷം 3-ാം അധ്യായം लूका रचित सुसमाचार 30वां अध्याय 21, 22, 23 വാക്യം. 21, 22 और 23 वचन. लूका रचित सुसमाचार 30वां अध्याय 21, 22 और 23 वचन. जब सब लोगों ने बपतिस्मा लिया और यीशु भी बपतिस्मा लेकर प्रार्थना कर रहा था तो आकाश खुल गया और पवित्र आत्मा शारीरिक रूप में कबूतर के समान उस पर उतरा और यह आकाशवाणी हुई, तू मेरा प्रिय पुत्र है, मैं तुझसे प्रसन्न हूँ. नेक्स्ट 23 भी पढ़ें. जब यीशु आप उपदेश करने लगा तो लगभग 30 वर्ष की आयु का था, जैसा समझा जाता था यूसुफ का पुत्र और वह एली का. ആമേൻ. आमीन. എല്ലാ കണ്ണുകളും ഒരു നിമിഷം सारी आंखें एक क्षण के लिए बंद हो जाए.
പരിശുദ്ധ യേശുവിന്റെ പിതാവേ, ഈ തിരുവചനങ്ങളെ ഞങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. पवित्र स्वर्गीय परमेश्वर, इस पवित्र शास्त्र को हम तेरे हाथों में सौंप कर प्रार्थना करते हैं। ദൈവത്തിന്റെ ആത്മാവിന്റെ ആഴങ്ങളും അർത്ഥങ്ങളും ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണം. परमेश्वर की आत्मा इसकी गहराइयों और भेदों को हमें प्रकट करके देना। മാനുഷിക ചിന്തകളോ ആലോചനകളോ ഞങ്ങൾക്ക് വേണ്ട. मानसिक विचार और संदेश की हमें जरूरत नहीं है। പരിശുദ്ധാത്മാവ് തന്നെ ഇന്ന് പകൽ ഞങ്ങളോട് സംസാരിക്കും. पवित्र आत्मा ही आज की सुबह हमसे बातचीत कर रहा है। കർത്താവേ, ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ, प्रभु तेरे नाम को ऊंचा करने, ഞങ്ങളുടെ നാമത്തെ പ്രസിദ്ധമാക്കുവാൻ तेरे नाम को प्रसिद्ध करने, ഞങ്ങളുടെ ആദരങ്ങളെയും ദൈവാധികാരപ്പെടുത്തണം. हमारे होठों पर परमेश्वर अधिकार प्रदान करना। കടന്നു വന്ന ജീവിതങ്ങളെ ദൈവങ്ങളിൽ ഏൽപ്പിക്കും. आए हुए जीवनों को हम प्रभु तेरे हाथों में सौंप വലിയ दें। വിടുതലോടെ സന്തോഷത്തോടെ അവർ മടങ്ങി പോകാൻ സ്വന്തം സഹായം बड़े छुटकारे और आनंद के साथ वो लौटने के लिए आप उनकी सहायता करना। യേശുവിൻ നാമത്തിൽ. यीशु प्रभु के नाम से ആമേൻ. ഹല്ലേലൂയ. हालेलुया। സന്തോഷമുള്ളവർ കരങ്ങളുയർത്തി ദൈവത്തെ സ്തുതിച്ചാൽ. हालेलुया। ആമേൻ. ഹല്ലേലൂയ. हालेलुया। നമ്മൾ വായിച്ച വേദഭാഗത്ത് ഇങ്ങനെ വായിക്കുന്നു: ജനമെല്ലാം സ്നാനമേൽക്കുകയും യേശു സ്നാനമേറ്റ് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറന്നു, പരിശുദ്ധാത്മാവ് ദേഹരൂപത്തിൽ പ്രാവെന്ന പോലെ വന്ന് അവന്റെ മേൽ ഇറങ്ങി വന്നു. നീ എന്റെ പ്രിയപുത്രൻ, നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് സ്വർഗത്തിൽ ഒരു ശബ്ദമുണ്ടായി. और जिस प्रकार से हमने परमेश्वर की कलाम में पढ़ा है और वहाँ लिखा है, जब सब लोगों ने बपतिस्मा लिया और यीशु भी बपतिस्मा लेकर प्रार्थना कर रहा था, तो आकाश खुल गया और पवित्र आत्मा शारीरिक रूप से कबूतर के समान उस पर उतरा और यह आकाशवाणी हुई, तू मेरा प्रिय पुत्र है, मैं तुझसे प्रसन्न हूँ। जब यीशु आप उपदेश करने लगा तो लगभग 30 वर्ष की आयु का था और जैसा समझा जाता था यूसुफ का पुत्र था और वह एली का। നമുക്കറിയാം, ഈ യോഹന്നാന്റെ കൈ കീഴിൽ ആ കാലഘട്ടത്തിൽ ജനമെല്ലാം വന്ന് സ്നാനമേൽക്കുന്നുണ്ടായിരുന്നു. हम जानते हैं कि यूहन्ना के हाथों के नीचे उन दिनों सब लोग आकर बपतिस्मा ले रहे थे। അപ്പൊ യോഹന്നാൻ ജനത്തിനെ സ്നാനം കഴിപ്പിക്കുന്ന സ്ഥലത്തേക്ക് യേശു വന്നു. तो यूहन्ना जहाँ पर बपतिस्मा दे रहा था वहाँ यीशु मसीह भी आए। യേശു കർത്താവ് അവിടെ ഒരുപാട് പേര് വന്ന് യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേറ്റു. और वहाँ बहुत से लोग आकर यीशु मसीह यूहन्ना के नीचे हाथों के नीचे बपतिस्मा लेने लगे। എന്നാൽ അവിടെ യേശു കർത്താവ് വന്നപ്പോൾ മാത്രമാണ് സ്വർഗം തുറന്ന് ഒരു ശബ്ദം കേട്ടത്: ഇവൻ എന്റെ പ്രിയപുത്രൻ. लेकिन जब वहाँ पर यीशु मसीह आया तभी स्वर्ग खुल गया और ये आकाशवाणी हुई, यह मेरा प्रिय पुत्र है। അപ്പൊ അന്ന് വരെ യേശു കർത്താവിനെ ഈ ഭൂമിയിൽ സ്വർഗം അക്നോളജ് ചെയ്തിരുന്നില്ല. तो उस समय तक यीशु प्रभु को इस पृथ्वी पर स्वर्ग ने नहीं एक्नॉलेज किया था। യോഹന്നാന്റെ കൈ കീഴിൽ സ്നാനമേൽക്കുമ്പോൾ लेकिन यूहन्ना के हाथों के नीचे बपतिस्मा लेने അവിടെ पर സംഭവിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, वहां पर क्या घटना घटी യേശു है? കർത്താവിനെ നോക്കി യോഹന്നാൻ ഇങ്ങനെ പറയുന്ന ഒരു ഭാഗമുണ്ട്. യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നു: ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. यूहन्ना को यीशु मसीह को देखकर यूहन्ना इस प्रकार से कहता है, यूहन्ना रचित सुसमाचार में ऐसा लिखा है कि ये देखो जगत का मेमना जो संसार के पाप उठा ले जाता है। യോഹന്നാൻ അത് വിളിച്ചു പറയാൻ ഒരു കാരണമുണ്ട്. യോഹന്നാന്റെ കൈ കീഴിൽ യേശു സ്നാനം കഴിപ്പിക്കുമ്പോൾ പഴയ നിയമകാലത്ത് ഒരാട്ടുകൊറ്റനെ കൊണ്ടു നിർത്തി പുരോഹിതൻ അതിന്റെ മേൽ കൈവച്ച് ഇസ്രായേൽ ജനത്തിന്റെ മുഴുവൻ പാപങ്ങളും അകൃത്യങ്ങളും അതിന്റെ മേൽ ചുമത്തും. और यूहन्ना इस प्रकार से कहने का अर्थ यही है कि जब पुराने नियम में जो महायाजक जब बलिदान करता था तो एक मेमने को ले आता था और उसको बलिदान करके सारा पाप उसके ऊपर दे देता था। ഇവിടെ യേശു കർത്താവ് പുതിയ നിയമത്തിൽ ഏകയാഗത്താൽ അവൻ നമ്മുടെ പാപങ്ങളെ ഏകയാഗമെന്നാണ് എബ്രായ ലേഖനത്തിൽ പറയുന്നത്. ഏകയാഗത്താൽ അവൻ നമ്മളെ വിശുദ്ധീകരിച്ചു എന്ന് എബ്രായ 10-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യമാണെന്ന് തോന്നുന്നു. ആരെങ്കിലും എടുത്ത് ഒന്ന് വായിച്ചാൽ. और यहाँ पर नए नियम में इस प्रकार से कहता है कि हमारी सारे पापों के लिए एक ही बलिदान यीशु मसीह हो गया। 10:14 അവൻ ഏകയാഗത്താൽ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. हमें निकाले इब्रानियों 10 अध्याय उसका 14 पद को कोई भी पढ़ दे। क्योंकि उसने एक ही चढ़ावे के द्वारा उन्हें जो पवित्र किए जाते हैं सर्वदा के लिए सिद्ध कर दिया है।
സമയത്ത് അന്ന് പഴയ നിയമകാലത്ത് ഒരു ആട്ടുകൊറ്റന്റെ മേൽ പുരോഹിതൻ ജനത്തിന്റെ പാപത്തെ അകൃത്യത്തെ ചുമത്തുന്നത് പോലെ മാനവകുലത്തിന്റെ മുഴുവൻ പാപവും പുരോഹിത സ്ഥാനത്ത് നിന്നുകൊണ്ട് യോഹന്നാൻ ആരാണ്? സെഖര്യാവിന്റെ പുരോഹിതനായ സെഖര്യാവിന്റെ എലിസബത്തിന്റെയും മകനായ യോഹന്നാൻ പുരോഹിത സ്ഥാനത്ത് യേശുവിന്റെ മേൽ മാനവകുലത്തിന്റെ പാപം മുഴുവൻ ചുമത്തുകയാണ്. जैसे पुराने नियम में हम देखते हैं कि महायाजक जो एक मेमने के ऊपर सारे पाप को रखकर और उसे बलिदान करता है, वैसा ही यीशु मसीह जो है उसने सारी मानव जाति के पापों को अपने ऊपर उठा लिया और सबके लिए वो एक बलिदान का मेमना बन गया, बलि का मेमना बन गया और यूहन्ना के हाथों के नीचे आकर उसने बपतिस्मा लिया। അതുകൊണ്ടാണ് യോഹന്നാൻ അവനെ കാണുമ്പോൾ പറയുന്നത്, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. इसलिए यूहन्ना जब यीशु को अपने पास आते देखता है तो कहता है, वो देखो जगत का मेमना जो संसार के पाप उठा ले जाता है। ഞാൻ പറഞ്ഞത് യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായത്തിന്റെ 29-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. और मैंने जो आपसे कहा है यूहन्ना रचित सुसमाचार उसका पहला अध्याय किस वचन को कहा है? അപ്പോ എപ്പോഴാണ് സ്വർഗം യോഹന്നാനെ യേശു കർത്താവിനെ ഇവൻ എന്റെ പ്രിയപുത്രൻ എന്ന് വിളിച്ചു പറഞ്ഞത്? എപ്പോൾ യേശു കർത്താവ് സ്വർഗം തന്നെ നിയോഗിച്ച നിയോഗത്തിലേക്ക് വന്നുവോ അപ്പോഴാണ് സ്വർഗം അവനെ അംഗീകരിക്കുന്നത്. कब स्वर्ग ने इस प्रकार से यीशु मसीह के लिए कहा कि यह मेरा प्रिय पुत्र है? जब स्वर्ग की इच्छा को पूरी करने के लिए यीशु मसीह आया, उसी समय स्वर्ग से ये आकाशवाणी हुई कि यह मेरा प्रिय पुत्र है, इससे मैं अत्यंत प्रसन्न हूं। ആമേൻ. आमीन। ഹല്ലേലൂയ. അപ്പോൾ എപ്പോഴാ സ്വർഗം നമ്മളെ പ്രിയ മക്കളെന്ന് പറയുന്നത്? तो कब हमें स्वर्ग प्रिय पुत्र कहता है? എപ്പോൾ നമ്മൾ ദൈവത്തിന്റെ പൂർണ്ണ ഇഷ്ടത്തിലേക്ക് വരുന്നു അന്നേരമാ അവൻ നമ്മളെ പ്രിയ മക്കളെന്ന് പറയുന്നത്. जब हम परमेश्वर की पूर्ण इच्छा के लिए आते हैं तब स्वर्ग हमें प्रिय पुत्र कहता है। അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്ന ബപ്തിസ്മ എന്ന് പറയുന്ന ജലസ്നാനത്തിന്റെ പ്രാധാന്യം പാപം സ്വഭാവം വിട്ട് പാപസംബന്ധമായി മരിച്ച് നമ്മൾ യേശുവിനോട് ചേരുമ്പം സ്വർഗം പറയും, ഇവളെന്റെ പ്രിയ പുത്രിയാണ്, പ്രിയ പുത്രനാണ്. इसलिए बपतिस्मा की महत्वता है। जब हम अपने पापों को मान लेते हैं और उसे छोड़ देते हैं और पानी में बपतिस्मा लेते हैं, तब स्वर्ग हमसे कहता है, यह मेरा प्रिय पुत्र और पुत्री है। ഹല്ലേലൂയ. हालेलुया। അപ്പോൾ സ്വർഗം വിളിച്ചു പറഞ്ഞതാ, ഞാൻ അയച്ച അസൈൻമെന്റിലേക്ക് അതിന്റെ ഒന്നാമത്തെ പടി അവൻ നീങ്ങിക്കഴിഞ്ഞു. और स्वर्ग क्या कहता है? मैंने जिस कार्य के लिए उसे भेजा है उस कार्य की पहली सीढ़ी में वो प्रवेश कर चुका है। എന്റെ വിഷയം അതല്ല. സ്വർഗം അവൻ എന്നെ എന്റെ പ്രിയപുത്രൻ എന്ന് പറയുമ്പോൾ അതിന്റെ 23-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ്, പരിശുദ്ധാത്മാവ് എഴുതി, അവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. और जब इस प्रकार से कहते हैं कि यह मेरा प्रिय पुत्र है, तो वहां पर उसके तीसरे 5 के 23 में इस प्रकार से लिखा है कि वो एली का पुत्र है। ആമേൻ. आमीन। ആമേൻ. आमीन। ഇവൻ യോസഫിന്റെ മകൻ എന്ന് ജനം വിചാരിച്ചു. और लोगों ने विचार किया कि ये यूसुफ का पुत्र है। ആമേൻ. സ്വർഗം പറയാണ് ഇവൻ എന്റെ പ്രിയപുത്രൻ. और स्वर्ग कहता है कि यह मेरा प्रिय पुत्र है। പക്ഷെ ജനം പറയാണ് ഇവൻ യോസഫിന്റെ മകനാണ്. और लोग कहते हैं कि ये तो यूसुफ का पुत्र है। അപ്പൊ എന്റെ ചോദ്യം, तो मेरा सवाल, നമ്മള് ദൈവത്തിന്റെ മക്കളെന്ന് പറയുമ്പോഴും ലോകം നമ്മളെ എന്തോ പറയും? हम जब परमेश्वर की संतान कहते हैं तो लोग हमें क्या कहते हैं? ലോകം നമ്മളെ അംഗീകരിക്കുകയല്ല. हमें लोग मानेंगे नहीं। ഹല്ലേലൂയ. हालेलुया। നമ്മള് ദൈവത്തിന്റെ മക്കളാണെന്ന് നമ്മൾ അവകാശപ്പെടുമ്പോഴും जब हम इस प्रकार से कहते हैं സ്വർഗം അത് കൺഫേം ചെയ്യുമ്പോഴും ലോകം നമ്മളെ അങ്ങനെ അംഗീകരിക്കുകയല്ല. जब हम कहते हैं कि हम परमेश्वर की संतान हैं, स्वर्ग इस बात को मान लेता है लेकिन संसार उस बात को नहीं मानता है। എന്ന് പറഞ്ഞാൽ ഞാൻ തിരിച്ചു പറയാ, ലോകം അംഗീകരിച്ചില്ലെങ്കിലും ദൈവം അംഗീകരിക്കും. कहने का मतलब मैं अलग से आपसे कहना चाहती हूँ, संसार यदि ना माने लेकिन स्वर्ग उसे मान लेता है। അതറിയാവുന്നതുകൊണ്ടാണ് നമ്മൾ സന്തോഷിക്കുന്നത്. और ये जानने के कारण ही हम आनंदित होते हैं। അതുകൊണ്ടാണ് നമ്മൾ ആനന്ദിക്കുന്നത്. इस कारण से हम आनंदित होते हैं। നാട്ടുകാരെന്ത് പറയുന്നു നമ്മുടെ വിഷയമല്ല, ദൈവം എന്ത് പറയുന്നു അതാണ് നമ്മുടെ വിഷയം. देश वाले क्या बोलते हैं हमारा विषय नहीं है, लेकिन परमेश्वर क्या
कहता है कि हमारा विषय है। ഞാൻ ഈ കേരളം മുഴുവൻ എനിക്ക് എല്ലാ ഡിസ്ട്രിക്റ്റിലും എനിക്ക് ഓഫീസ് ഉണ്ടായിരുന്നു. और केरल में सारे जिलों में मेरे ऑफिस थे। എനിക്ക് എറണാകുളത്ത് സ്വന്തം ഓഫീസ് ഉണ്ടായിരുന്നു. और हमें स्वयं एर्नाकुलम में भी ऑफिस था। എറണാകുളത്ത് സ്വന്തം ഒരു ഫ്ലാറ്റ് ഉണ്ട്. एर्नाकुलम में स्वयं का एक फ्लैट भी है। എനിക്ക് കോട്ടയത്ത് സ്വന്തം ഓഫീസ് ഉണ്ടായിരുന്നു. और कोटम में भी हमें एक स्वयं का ऑफिस था। ഈ ഇന്ത്യയിലെ ബോംബെ, ഹൈദരാബാദ്, ഡൽഹി, ബാംഗ്ലൂർ, ചെന്നൈ ഇവിടെ എല്ലാ ഓഫീസ് ഉണ്ടായിരുന്നു. और इंडिया के बॉम्बे, दिल्ली, चेन्नई और बैंगलोर ये सब जगह ऑफिस थे। ഇതെല്ലാം വിട്ട് ഈ പുസ്തകം എടുത്തപ്പോൾ ആളുകൾ പറഞ്ഞു എനിക്ക് വട്ടാണ്. ये सब बातें छोड़कर जब मैं किताब लेकर निकली तो लोगों ने कहा कि तुम्हें तो पागलपन है। ഹല്ലേലൂയ. हालेलुया। ഇതെല്ലാം കളഞ്ഞേച്ച് ഈ പുസ്തകം കൊണ്ട് നടക്കുവാണോ? तो ये सब छोड़कर तुम ये किताब लेकर निकली हो। നല്ല വില കൂടിയ സാരി എല്ലാം കളഞ്ഞേച്ച് ഈ വെള്ള സാരിയാണ് और तुम ഉടുക്കുന്നത്. इतनी महंगी साड़ियों को छोड़कर ये सफेद साड़ी पहनकर निकली हो। ഈ ഓർണമെന്റ്സ് എല്ലാം കളഞ്ഞോ? और क्या तुमने सारे आभूषण निकाल दिए हैं? പണ്ടാണെങ്കിൽ ഇന്ദിരാഗാന്ധി പോലെ മുടിയൊക്കെ ബോബ് ചെയ്ത് ഇവിടെ പൊട്ടിട്ട് ഇവിടെയൊക്കെ പൊട്ടിട്ട് നല്ല സ്റ്റൈല് നടന്നപ്പോ ഇതെല്ലാം കളഞ്ഞത് ഒന്നുമില്ല, ഇങ്ങനെ വെറുതെ നടക്കുന്നത്. ഇതെന്താ? और पहले तो इंदिरा गांधी जी के समान आप सब कुछ इधर पॉप कट करने के बाद फिर अपना बिंदी माला सब लगाकर घूमते थे, अभी ये सब छोड़ दिया, क्या बात है? ഹല്ലേലൂയ. हालेलुया। ഹല്ലേലൂയ. हालेलुया। ഞാൻ അവരോട് പറഞ്ഞു വെള്ളത്തിൽ മുങ്ങിയപ്പോ, जब मैंने कहा कि जब मैं पानी में डूबी വെള്ളത്തിനകത്തേക്ക് മുങ്ങിയപ്പോ ലോകം തന്നതെല്ലാം ഒഴുകിപ്പോയെന്ന് പറഞ്ഞു. और जैसे मैं पानी में डूबी संसार में जो कुछ दिया सब कुछ बह गया। हालेलुया। ഇപ്പൊ ദൈവം തന്നത് മാത്രമേ ഉള്ളൂ. अब जो परमेश्वर ने दिया वही सिर्फ मात्र है। എനിക്കറിയാം ഞാൻ അവന്റെ പ്രിയ മകളാണ്. मुझे मालूम है मैं उसकी प्रिय बेटी हूं। ആമേൻ. आमीन। ഹല്ലേലൂയ. हालेलुया। നിങ്ങൾ ശ്രദ്ധിച്ചോളാം, ഇത് ലോകം പറയാണ് ഇവൻ യോസേഫിന്റെ മകനാണ്. और आप ध्यान दें, संसार कहता है कि ये यूसुफ का बेटा है। പക്ഷേ 4-ാം അധ്യായം എടുത്ത് പഠിക്കുമ്പോ और जब हम चौथे अध्याय को पढ़ते हैं യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി. और यीशु मसीह पवित्र आत्मा से भरा हुआ यरदन को लौटा, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. आत्मा उसे मरुस्थल में ले गया। പിശാച് അവനെ 40 ദിവസം പരീക്ഷിച്ചു കൊണ്ടിരുന്നു. 40 दिन तक शैतान उसकी परीक्षा करता ആ रहा ദിവസങ്ങളിൽ അവന് വിശന്നു. और उन दिनों में उसे भूख लगी। അപ്പോൾ പിശാച് അവനോട്, तब परखने वाले ने उससे, ശ്രദ്ധിച്ചു നോക്കിക്കോണം, അപ്പോൾ പിശാച് അവനോട്, ध्यान दे, तब शैतान ने उससे നീ ദൈവത്തിന്റെ പുത്രനെങ്കിൽ कहा यदि तू परमेश्वर का पुत्र है तो ഈ കല്ലിനോട് അപ്പമായി തീരുവാൻ നീ കൽപ്പിക്കുക എന്ന് പറഞ്ഞു. इस पत्थर से कह दे कि ये रोटी बन जाए। ആമേൻ. ആമേൻ. ഹല്ലേലൂയ. हालेलुया। കേട്ടോ, ജനം ഇവൻ യോസേഫിന്റെ മകനെന്ന് പറയുമ്പോഴും और जब लोग इसे यूसुफ का पुत्र कहते हैं तब भी പിശാചിന് മനസ്സിലായി शैतान को समझ में आया ഇവൻ ദൈവത്തിന്റെ പുത്രൻ. ये परमेश्वर का पुत्र है। ഹല്ലേലൂയ. हालेलुया। हालेलुया। അപ്പൊ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, നിങ്ങൾ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട യേശുവിനോട് ചേരുമ്പോ ലോകം മനസ്സിലാക്കാത്ത ഒരു കാര്യം പിശാചിന് മനസ്സിലായി. ഇവൻ ദൈവത്തിന്റെ പൈതലാണ്, ദൈവത്തിന്റെ മകനാണ്, ദൈവത്തിന്റെ മകളാണ്. देखिए, आप इस बात को बड़ा ध्यान रखें कि जब आप उद्धार पाते हैं, मन फिराकर और बपतिस्मा लेते हैं, तब जब आप परमेश्वर के पुत्र कहलाते हैं, इस बात को शैतान भी अच्छे से जानता ഞാൻ है। നിങ്ങളെ ഇന്ന് പറയാൻ പരിശുദ്ധാത്മാവിനെ ഏൽപ്പിച്ച ഒരു ദൂത് എന്താന്ന് ചോദിച്ചാൽ, और मैं आपसे कहना चाहती हूँ कि परमेश्वर के पवित्र आत्मा ने मुझे सौंपा संदेश क्या है। ഒരു ദൈവത്തിന്റെ പൈതലിന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന മാനസിക സംഘർഷങ്ങൾ എന്താണെന്നും എങ്ങനെ അതിനെ ജയിക്കാമെന്നും കർത്താവ് തന്നെ നമുക്ക് കാണിച്ചു തന്നു. और एक परमेश्वर की संतान के जीवन में मानसिक संघर्ष कैसे होता है और उससे वो कैसे जयवंत हो सकता है, इस बात को हम देखेंगे। ലോകത്തിന്റെ മക്കൾക്ക്, ലോകപ്രകാരം ജീവിക്കുന്നവർക്ക് ഇതുപോലൊരു മാനസിക സംഘർഷമില്ല. और जो सांसारिक लोग हैं और संसार के तरीकों से जीते हैं, उनको इस प्रकार से मानसिक तनाव नहीं है। നോക്കിക്കേ, യേശു കർത്താവ് പിതാവായ ദൈവത്തോട് കൂടെ ഇരുന്നവനാണ്. ईशु प्रभु पिता परमेश्वर के साथ रहने वाला है। സകലവും അവൻ മുഖാന്തരം ഉണ്ടായി, അവന് വേണ്ടിയിട്ടുണ്ടായി എന്ന് തിരുവെഴുത്ത് നമ്മളെ പഠിപ്പിക്കുന്നു. सब कुछ उसी के द्वारा उत्पन्न हुआ, उसी से उत्पन्न हुआ, ऐसा परमेश्वर का वचन कहता है। അങ്ങനെ ദൈവത്തോട് കൂടെ ഇരുന്ന ദൈവത്തിന്റെ പുത്രൻ ഇപ്പോ ഭൂമിയിൽ വന്നിട്ട് താൻ ഒറ്റയ്ക്കാണ്. इस प्रकार परमेश्वर के साथ रहने वाला परमेश्वर का पुत्र जब पृथ्वी पर आया तो
है। താൻ മറിയയുടെ ഉദരം കടമെടുത്ത് ഭൂമിയിൽ പിറന്നു വീണപ്പോൾ താൻ ആയിരുന്ന സ്വർഗീയ മഹിമകളിൽ അല്ലിപ്പോൾ ഇരിക്കുന്നത്. और वो मरियम के गर्भ को जब उधार लेकर उसके गर्भ में आया और इस पृथ्वी पर जब आया तो वो अभी जब वो यहाँ था तो वो स्वर्गीय महिमा में नहीं था। അവൻ ജഡത്തിൽ നമ്മളെ പോലെ വചനം ജഡമായി കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. और इस प्रकार से बाइबल बताती है अनुग्रह और सच्चाई से परिपूर्ण होकर हमारे बीच में वास किया। അവൻ നമ്മളിൽ ഒരാളെ പോലെ തന്നെയായി. वो हमारे समान एक व्यक्ति था। മക്കൾ ജഡരക്തങ്ങളോട് കൂടിയവരായതുകൊണ്ട് അവനും ജഡരക്തങ്ങളോട് കൂടിയവനായി. और जिस प्रकार मांस और लहू के साथ थे वैसा ही वो भी मांस और लहू में था। നമ്മളെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ എന്ത് പ്രശ്നം ഉണ്ടായാലും IPC-യിലെ ഇന്നാർ ഇങ്ങനെ ചെയ്തു, AG-യിലെ ഇന്നാർ ഇത് ചെയ്തു, ചർച്ചക്കോട്ടിലെ അവർ അത് ചെയ്തു, മറ്റവൻ ഇത് ചെയ്തു, ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് മാതൃകയായിട്ട് നിൽക്കുന്നത് യേശുവാണ്. हमारे जीवन में जब भी कुछ भी होता है तो हम कहते हैं कि उस कलीसिया वाले ने ऐसा किया, इस कलीसिया वाले ने ऐसा किया, लेकिन हमारे लिए आदर्श बना हुआ हमारे लिए यीशु मसीह है। നമ്മെ പോലെ ജഡത്തിലായവൻ, और हमारी ही समान वो शारीरिक अवस्था में था। അവൻ മനുഷ്യനായ മനുഷ്യ ശരീരത്തിലാണ്. और उस समय वो मनुष्य शरीर को धारण किया था। അവന് നമ്മെ പോലെ വിശപ്പുണ്ട്, हमारे समान वो भूखा होता था, അവന് നമ്മെ പോലെ ദാഹമുണ്ട്, हमारे समान वो प्यासा होता था, നമ്മെ പോലെ ക്ഷീണമുണ്ട്, हमारे समान वो थकित होता അവന് था, നമ്മെ പോലെ സങ്കടമുണ്ട്. हमारे समान उसके जीवन में दुख थे, നമുക്കൊറ്റപ്പെടുമ്പോൾ ഉണ്ടാകുന്ന അതേ വേദ അവനുമുണ്ട്. हमारे अकेलेपन की अवस्था वैसी ही उसके भी जीवन में थी। അവനെ നോക്കിക്കേ, പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ട് മടങ്ങും. और देखे कि पवित्र आत्मा से भरा हुआ वो यरदन से लौटा। അപ്പൊ ഇവൻ ദൈവത്തിന്റെ പുത്രൻ എന്ന് പറയുമ്പോൾ സ്വർഗം അവന് കൊടുത്തത് അവൻ പരിശുദ്ധാത്മാവ് അവന്റെ മേൽ പ്രാവ് പോലെ വന്ന और जब ये परमेश्वर का पुत्र है और उसी समय पवित्र आत्मा स्वर्ग ने जो उसके जीवन में दिया, पवित्र आत्मा उसके ऊपर उतरा। അപ്പൊ സ്വർഗം അവന് കൊടുത്തത് പരിശുദ്ധാത്മാവിൽ അവനെ നിറച്ചു എന്നുള്ളതാണ്. और स्वर्ग ने उसे पवित्र आत्मा से भर दिया। അതുകൊണ്ടാണ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെടുന്ന ഒരു ദൈവത്തിന്റെ പൈതൽ പരിശുദ്ധാത്മാവിൽ നിറയണമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട വിഷയം. इसलिए उद्धार पाकर बपतिस्मा लेने वाले एक व्यक्ति पवित्र आत्मा से भरना उसे बहुत ही जरूरी है कहा जाता है। പരിശുദ്ധാത്മാവ് അവനെ മരുഭൂമിയിലേക്ക് വിജനമായ സ്ഥലത്തേക്കാണ് നടത്തുന്നത്. और पवित्र आत्मा उसे मरुस्थल में ले गया അവിടെ വലിയൊരു കൺഫ്രണ്ടേഷൻ, ഏറ്റുമുട്ടലിന് തയ്യാറാവുകയാണ്. और वहां एक बड़ी ही घटना को हम देखते हैं। ഒന്നാമത്തെ ആദാം ദൈവത്തോട് കൂടെ സ്വർഗ്ഗത്തിലിരുന്നു. और पहला आदम परमेश्वर के साथ स्वर्ग में रहा। അവൻ സ്വർഗീയ മഹിമകളുള്ള ദൈവത്തിന്റെ അടുത്ത് ദൈവത്തിന്റെ സാദൃശ്യത്തിന് സ്വരൂപത്തിൽ സൃഷ്ടിച്ച് ദൈവത്തോട് കൂടെ ഇരുന്ന ആദാമിനെ തകർത്ത ഈ പിശാച് ഈ സ്വർഗീയ മഹിമ വെടിഞ്ഞ് ഭൂമിയിൽ വന്ന് സാധാരണ മനുഷ്യനെ പോലെ മരുഭൂമിയിലേക്ക് നടത്തുന്ന യേശുവിന് ആദ്യത്തെ വെല്ലുവിളി, ഒന്നാമത്തെ ആദാമിനെ തകർത്ത പോലെ നിനക്ക് ഇവനെ തകർക്കാൻ പറ്റത്തില്ലെന്നാണ്. और पहले आदम को जिस प्रकार से नुकसान पहुंचाया, एक ललकार थी, क्या तू इस आदम को नुकसान पहुंचा सकता है? और वो नहीं पहुंचा पाया। നിങ്ങളത് മനസ്സിലാക്കണം. ഒന്നാമത്തെ ആദാം ദൈവത്തോട് കൂടെ ഇരുന്നു. पहला आदम जो था वो परमेश्वर के साथ रहा। ദൈവം എന്നും വൈകുന്നേരം വന്ന് അവരുമായി സംസാരിക്കും. रोज परमेश्वर आकर उससे बातचीत करता था। അവർക്ക് ഭക്ഷിക്കാൻ വേണ്ടതെല്ലാം ഉണ്ടായിരുന്നു. उसने खाने के लिए सारी वस्तुएं थी। അവർക്ക് ജീവിതത്തിന്റെ യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല. जीवन की कोई समस्या उसके पास न थी। ദൈവത്തോട് കൂടെ ഇരുന്ന ആദാം ഹവ്വ ദമ്പതിമാരെ ഉപായത്താൽ ചതിച്ച് പുറത്താക്കിയ പിശാചിനോട് ദൈവം ഒന്നാമത് പറയുന്നത്, ദാ ഞാൻ വിട്ടുതരിക, മരുഭൂമിയിൽ നീ ചൊണയുണ്ട് തകർക്ക. और परमेश्वर के द्वारा जो सृजा गया आदम और हव्वा को धोखे के साथ, छल के साथ जो धोखा दिया शैतान से, अभी यहाँ पर मरुस्थल में यीशु मसीह के सामने उस शैतान को लाकर इस प्रकार परमेश्वर कहता है, जा तू उसके भी पास जा। അങ്ങനെയാണ് പരിശുദ്ധാത്മാവിന്, അല്ല ദൈവത്തിന് നമ്മെ കുറിച്ച് ഈ ലോകത്തോട് പറയാനുണ്ട്, പിശാചേ, കഴിഞ്ഞ കാലങ്ങളിൽ നീ തകർത്തതുപോലെ ഈ അഭിഷേകം പ്രാപിച്ച ഒരു ദൈവത്തിന്റെ പൈതലിനെ നിനക്ക് തൊടാൻ ഒക്കത്തില്ല. तो इसी प्रकार से हम जो उद्धार पाए लोग इस प्रकार से कह सकते हैं, पिछले दिनों में शैतान तूने उस आदम को नुकसान पहुंचाया, लेकिन अब तो परमेश्वर के जन को नुकसान
എന്തോ കിട്ടി. हमसे सब पूछने लगेंगे तूने उद्धार पाया, बपतिस्मा लिया, तुझे क्या मिला? നമുക്ക് പറയാനുണ്ട്, നോക്കിക്കേ, അവൻ നോക്കി വാഗ്ദത്തത്തിന്റെ അച്ചാരമായ പരിശുദ്ധാത്മാവിനാൽ എന്നെ മുദ്രയിട്ടു. हम इस प्रकार से कहते हैं, देखिए प्रतिज्ञाओं का देने वाला हमारे ऊपर पवित्र आत्मा की उसने मोहर लगा दी है. നാളുകൾ നിന്നെ തകർക്കാൻ വെല്ലുവിളിച്ച് പലതിനെയും തകർക്കാനുള്ള ആത്മാവിന്റെ ശക്തിയോട് ദൈവം നിന്നെ ഇറക്കി വിടുന്നത്. അല്ലാതെ ഏക്കർ കണക്കിന് ഭൂമിയല്ല, ബാങ്ക് ബാലൻസ് അല്ല. പ്രതികൂലങ്ങളെ, പിശാചിന്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ തകർക്കാനുള്ള ഒരു അത്യന്ത ശക്തി शैतान की युक्तियों को जानकर लगाने वाली शैतान की शक्तियों पर जयवंत होने के लिए पवित्र आत्मा की मोहर, पवित्र आत्मा ने जो हमें परमेश्वर की आत्मा ने लगाई है, उस मोहर के द्वारा हम उस शैतान पे जयवंत हो सकते हैं. आमीन. हालेलुया. आमीन. അതുകൊണ്ടാണ് പ്രതികൂലം വരുമ്പോൾ നമ്മൾ തകർന്നു പോകാത്ത നമുക്കറിയാം സ്വപുത്രന്റെ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ അവൻ പകർന്നിട്ടുണ്ട്. इसलिए विभिन्न परिस्थितियां जब आती हम टूटते नहीं, क्योंकि उस पुत्रत्व की आत्मा को हमारे अंदर उसने दिया. അതുകൊണ്ട് പ്രവാചകൻ വിളിച്ചു പറഞ്ഞത് സൈന്യത്താലല്ല, ശക്തിയാലല്ല, എന്റെ ആത്മാവിനാലത്രേ. उसने भविष्यता में कहा, ना तो बल से ना शक्ति से पर मेरी आत्मा के द्वारा. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. അതുകൊണ്ടാണ് പ്രതികൂലം വരുമ്പോൾ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് എന്തു ചെയ്യണമെന്ന് അറിയത്തില്ല, ആരുമില്ല എന്നൊന്നും നീ പറയണ്ട. അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞു, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം ഞാൻ സകലത്തിനും മതിയായി. इसलिए जब विभिन्न परिस्थिति आती है, इस प्रकार से ना कहें कि मैं अकेला हूँ, मैं क्या कर सकता हूँ, मैं कुछ नहीं कर सकता, लेकिन जैसा पौलुस कहता है, परमेश्वर की सामर्थ के द्वारा मैं सब कुछ कर सकता हूँ. ആമേൻ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ഹല്ലേലൂയ. हालेलुया. ആമേൻ. പിശാചിനെ കാൽക്കീഴാക്കി ചതയ്ക്കാനുള്ള അഭിഷേകം അതിന്റെ മേലെ വ്യാപരിക്കുന്നു. और शैतान को पांव तले रौंदने का वो अभिषेक परमेश्वर ने आपके हाथ पे दिया है. ശരിക്കും തമ്പുരാൻ തന്റെ ഓമന പുത്രനെ ഈ ഭൂമിയിൽ അയച്ച് നമ്മളെ പോലെ ഈ ജഡത്തിൽ അങ്ങോട്ട് അയച്ചിട്ട് മരുഭൂമിയിലോട്ട് അയച്ചു. और परमेश्वर ने स्वयं अपने इकलौते पुत्र को इस पृथ्वी पर शरीर में भेजा. हमारे समान भेजने के बाद उसे मरुस्थल में भेज दिया. ആമേൻ. आमीन. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് പോകാൻ നിർബന്ധിച്ചത്. तो वहां पर इस प्रकार से लिखा हुआ है कि आत्मा उसे मरुस्थल में ले गया. ആമേൻ. आमीन. ഹല്ലേലൂയ. हालेलुया. നമുക്കൊക്കെ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടാ പിന്നെ പ്രോബ്ലം ഇഷ്ടമേ ഇല്ല. और जब हम उद्धार पा लेते हैं बपतिस्मा लेने के बाद हमें समस्या बिल्कुल भी अच्छा नहीं लगता. എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് എവിടെ നീ തകർന്നോ അതേ മണ്ഡലത്തിൽ അവിടെ തന്നെ നിർത്തി നിന്നെ ജയിപ്പിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. लेकिन परमेश्वर चाहता है जिस स्थान पर तू टूटा है वहीं पर तुझे वो जयवंत है. ഹല്ലേലൂയ. हालेलुया.